ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക് ഫോർ വ്ളോഗിന്റെ കൃഷി ചലഞ്ചിന്റെ 12ാം ദിവസത്തിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ആദ്യമായി നടുന്നത് പുതിനയുടെ തണ്ടാണ്. എന്റെ കിഴക്കേലെ കലേലിശന്റെ വീട്ടില് ഇവിടെ കുറച്ച് പുതിന നിൽക്കുന്നുണ്ട്. അതിന് കുറച്ച് തണ്ടുകൾ ഞാൻ കട്ട് ചെയ്തെടുക്കും. പുതിന കട്ട് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് 4-5 ഇലകൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതേപോലെ ഞാൻ 3-4-5 തണ്ടുകൾ ഇതിൽ നിന്ന് കട്ട് ചെയ്യുന്നു. ഫ്രണ്ട്സ്, നമ്മൊരു 5-10 പുതിനയുടെ തണ്ടുകൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ പുതിനയുടെ ഈ 2 ഇലകൾ കഴിഞ്ഞതിന് ശേഷമുള്ള ബാക്കി എല്ലാ ഇലകളും കട്ട് ചെയ്ത് കളയാം. ഫ്രണ്ട്സ്, ഈ 4 ഇലകൾക്ക് ശേഷം വരുന്ന ബാക്കി എല്ലാ ഇലകളും നമുക്ക് പൊട്ടിച്ചു കളയാം. ഇനി നമുക്ക് വെള്ളം നിറച്ച ഗ്ലാസ്സിലേക്ക് ഈ പുതിനയുടെ തണ്ട് ഇറക്കി വെക്കാം. ഇതുപോലെ മറ്റെല്ലാ തണ്ടുകളും നമുക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മളിപ്പോ വെള്ളത്തിലിട്ട് ഒരു 4 എണ്ണം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു 3 എണ്ണം ഞാൻ ചെടിച്ചട്ടി നടാനും വെച്ചിട്ടുണ്ട്. ഇത് ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും ഇതിൽ വേരുകൾ മുളയ്ക്കും. അപ്പൊ നമുക്ക് പോട്ടിംഗ് മിക്സ് നിറച്ചൊരു ചട്ടിയിലേക്ക് മാറ്റാം. ഇത് ഞാൻ ഡയറക്റ്റ് ഇന്ന് ചട്ടിയിൽ നടാൻ പോകുന്നു. ഇനി നമുക്ക് ഇത് വളരുമ്പോൾ ഏതാണ് നല്ലതെന്ന് നോക്കാം. ഫ്രണ്ട്സ്, നമ്മള് 3 തണ്ടുകളും നട്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ്, അപ്പൊ നമ്മ 2 തരത്തിലും പുതിന നട്ടിട്ടുണ്ട്. ഇതിന്റെ വളർച്ച പിന്നീടുള്ള വീഡിയോകളിൽ കാണിച്ചു തരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, ഇനി നമുക്ക് 11ാം ദിവസത്തെ ചലഞ്ച് ഏറ്റെടുത്തവരുടെ ഫോട്ടോസും വീഡിയോസും കാണാം. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ ഇന്ന് നടാൻ പോകുന്നത് ചുക്രമണി ചീര അഥവാ വേലിച്ചീരയാണ്. ഇന്നലെയാണ് ഞങ്ങളിത് നടാൻ ഉദ്ദേശിച്ചിരുന്നത്. മഴ കാരണം ഇന്നലെ സാധിച്ചില്ല. അപ്പം ഞങ്ങളിത് ഇന്ന് നടാൻ പോവുകയാണ്. ഇതിന്റെ നല്ല മൂത്ത കമ്പാണ് കാണേണ്ടത്. നല്ല രുചിയുള്ള ചീരയാണ്. ഞങ്ങളെവിടെ കുറെ ഉണ്ട്. കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഞങ്ങളെവിടെ ഞങ്ങൾ തരാം. അതോടൊപ്പം തന്നെ ചായമൻസ ചീര ഞങ്ങളിലുണ്ട്. കൂട്ടുകാർക്ക് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തണ്ട് തരാം. ഞങ്ങൾ പടത്തേക്ക് വേലിച്ചീര ഞങ്ങൾ പ്ലോട്ടിന് ഇട്ടിട്ട് നടാൻ പോണേ. നെയ്യപ്പം തിന്നാൽ 2 കാര്യം എന്ന് പറയണ പോലെ ഈ ചീര ഈ പ്ലോട്ടിലിട്ട് ഒരു വേലിയാവുകയും ചെയ്യും. പിന്നെ കറിക്കെടുക്കാൻ പറ്റിയ ഒരു ചീരയാവും. അച്ഛൻ 10-20 ഫ്രണ്ട്സ്, ഞങ്ങൾ ഇനി ബാഗ് സെറ്റ് ചെയ്യാൻ പോണ്. അപ്പൊ എല്ലാവർക്കും ബൈ. ഹായ് കൂട്ടുകാരെ, ഞാനിവിടെ പപ്പ കൃഷിയാണ് ചെയ്യാൻ പോകുന്നത്. അതിനോടൊപ്പം തന്നെ ഗുണ്ടൂർ മുളക് വിത്തുകളും പാകുന്നുണ്ട്. ഇനി നമുക്ക് പപ്പ തൈകൾ പറിക്കാം. ഇനി ഞാൻ 10 പപ്പ തൈകളാണ് നടുന്നത്. പപ്പക്കായുടെ ഗുണങ്ങൾ കൂട്ടുകാർക്ക് അറിയാലോ. നല്ല ഇനം പപ്പകൾ നോക്കി നമുക്ക് പറിക്കാം. ഇനി നമുക്ക് ഈ മുളക് കുരു കൂടെ പാവാം. ഇതാണ് ഗുണ്ടൂർ മുളകിന്റെ കുരു. ഇനി പുതിയ കൃഷിയുമായി നാളെ വരാം. ബൈ. കൃഷി ചലഞ്ച് 11ാം ദിവസം. ഞങ്ങൾ ഇന്ന് ഗ്രോ ബാഗിൽ മണ്ണും കുമ്മായവും നിറച്ച് ഇലയിട്ട് ചെടി നടാൻ പോവുകയാണ്. ഗ്രോ ബാഗ് ഒരുക്കുന്ന തിരക്കിലാണ് രണ്ടാളും. മണ്ണിട്ട് ഞങ്ങൾ 20 ഗ്രോ ബാഗ് നിറച്ചു കഴിഞ്ഞു. അത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ്.
നടന്നുകൊണ്ട് പല പലമായിട്ടുള്ള ചെടിയാണ്. ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ പാകാൻ പോകുന്നത് പയറും അമരയുമാണ്. നമുക്ക് മൂടി വെക്കാം. നമുക്ക് പയറ് പാകാം, നമുക്ക് ഓട്ട ഉണ്ടാക്കാം. ഇനി ഞാൻ പാകിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൈക്രോഗ്രീൻ കൃഷിയാണ്. നമുക്ക് കുറച്ച് കടുക് നടാം. നമ്മളുടെ കടുകൊക്കെ നട്ട് കഴിഞ്ഞു നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ 5-6 ദിവസം കഴിയുമ്പോ മുളച്ചു വരും. അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് സലാഡിലും കറിയിലൊക്കെ എടുക്കാം. ഇത് വൈറ്റമിൻ സിയും എയും ചേർന്നിട്ടുള്ളതാണ്. നമ്മളെല്ലാവരും ഫുഡിലും കറിയിലൊക്കെ കൂട്ടണം. അപ്പൊ ബൈ ബൈ. ഈ കാണുന്ന എന്താണെന്നറിയോ? ഇത് എള്ളിന്റെ ചെടിയാണ് ട്ടോ. ഇനി 13-ാം ദിവസത്തെ ചലഞ്ച് വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ. എന്ന് നിങ്ങളുടെ സ്വന്തം കിച്ചു.